സ്വാഗതം ചെയ്യുന്നത്? ഫാത്തിമ തഹ്ലിയ, Yes, ലീഗ് ഫാത്തിമ നേതാവാണ്. തഹ്ലിയ. കോർപ്പറേഷനിൽ മത്സരിക്കുകയാണ് ഇത്തവണ. കന്നി മത്സരമല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ ക്യാമറ അങ്ങോട്ട്. കന്നി മത്സരമാണ്. നമ്മളിപ്പോ ബീച്ച് നിൽക്കുന്നത് കുറ്റിച്ചിറ വാർഡാണോ? അല്ല, നെക്സ്റ്റ് തൊട്ടടുത്ത വാർഡാണ്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? വളരെ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ഓൾവേസ് ഞങ്ങൾ രാവും പകലും ലൈവായിട്ടുള്ള സ്ഥലമാണ് കുറ്റിച്ചിറ. അതിപ്പോഴും ആ ഒരു ഉണർവ്. കോർപ്പറേഷൻ പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയല്ലേ? 100%. എന്താ സംശയം? പിടിക്കോ? എന്താ, നിങ്ങൾ വരും, കാണും, ആളുകളോട് സംസാരിക്കും, അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആളുകളൊക്കെ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഫാത്തിമ, നമുക്കറിയാം 48 വർഷത്തോളം ഇടതിനൊപ്പം നിന്ന കോട്ടയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്നുള്ളത്. അപ്പോൾ ചെറിയ പണിയെടുത്താൽ പോരാ കോർപ്പറേഷൻ പിടിക്കാൻ. അത് തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ്. ഇവർ 48 വർഷം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിനകൾ തീർക്കാൻ തന്നെ ഇവിടെയുള്ള ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ ചെയ്തത്? ഒന്നുമില്ല, എല്ലാം പൊളിച്ചു മാറ്റി. പല കാര്യങ്ങളും പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഉണ്ടാക്കിയതാണെങ്കിൽ അത്രത്തോളം പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യും. ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുകയാണ്. വോട്ടർമാരിലേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ്, ആ അനുഭവം എന്താണ്? വലിയ എന്താ പറയാ, ആതിഥ്യ മര്യാദ ഉള്ള ആളുകളാണ് കുറ്റിച്ചിറക്കാർ. നമ്മളെ വീട്ടിലേക്ക് ആര് വന്നാലും അങ്ങനെ. പിന്നെ കോഴിക്കോട്ടുകാര് 100%. അപ്പൊ കോഴിക്കോട് വോട്ട് ചോദിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് എത്തണേ കുറച്ച് സമയം എടുക്കും. അവരെ കണ്ട് പിന്നെ നല്ല സംസാരപ്രിയരുമാണ്. അപ്പൊ അങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകും. നമ്മൾ നല്ല ഗംഭീര ബീഫ് ഫ്രൈ ഒക്കെ കിട്ടും ഇടയിലെ ഹോട്ടലിലും ചാമ്പ്യൻ ഹോട്ടലിലും ഒക്കെ. അങ്ങനെ കയറി ചെല്ലുന്ന വീടുകളിലൊക്കെ കാര്യമായ സൽക്കാരമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. ഭക്ഷണത്തിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യം എന്ന് വെച്ചാൽ സൽക്കാരപ്രിയരാണ് അവര്. സംസാരം കൊണ്ടും അവരുടെ ഭക്ഷണം കൊണ്ടും അവരുടെ ആതിഥ്യ മര്യാദകൾ കൊണ്ടും സ്നേഹിച്ചു കൊല്ലുന്ന മനുഷ്യന്മാരാണ്. സ്നേഹം വോട്ടായി മാറണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്ക് അവരുടെ ആ ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു.